നിശബ്ദത. ഇതിൻ്റെ അർത്ഥം മിണ്ടരുത് എന്നല്ല, മിണ്ടാം. പക്ഷേ നിങ്ങളുടെ വാക്കുകൾക്ക് മൗനത്തേക്കാൾ സുഗന്ധവും പ്രകാശവും ഉണ്ടെങ്കിൽ, അപ്പോൾ പർവ്വതം സമതലത്തോട് സംസാരിക്കുന്നത് പോലെ എന്തോ ഒന്ന് സംഭവിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരമാണ്: വഴിയിൽ ആരെയും അഭിവാദ്യം ചെയ്യരുത്. ഇപ്പോൾ എല്ലാവരും ഒത്തിരി സംസാരിക്കുന്നുണ്ട്, എന്നാൽ ഒന്നും പറയുന്നുമില്ല. വിശുദ്ധ പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ, സ്നേഹമില്ലാത്തവരുടെ വാക്കുകൾ ചുറ്റിനും ചെമ്പ് പോലെ മുഴങ്ങുന്നു. എപ്പോഴാണ് ചെമ്പ് ചിലമ്പുക? സ്നേഹമുള്ളവരെ, ഉള്ളു പൊള്ളയാകുമ്പോഴാണ് ചെമ്പ് ചിലമ്പുന്നതെന്ന് ഓർമ്മിക്കണം. സെൽഫോൺ എന്ന ചെറിയൊരു ഉപകരണം പൊതുവെ നിശബ്ദമെന്ന് വ്യവഹരിക്കപ്പെടുന്ന ഇടങ്ങളെയും യാമങ്ങളെയും പോലും ശബ്ദമുഖരിതമാക്കുന്നുണ്ട്. തൻ്റെ സ്നേഹിതരെ ഈ ഭൂമിയുടെ അതിർത്തികളിലേക്ക് ദൂതുമായിട്ട് ക്രിസ്തു അയച്ചപ്പോൾ അവിടുന്ന് അനുശാസിച്ച കാര്യം അതാണ്: വഴിയിൽ ആരെയും അഭിവാദ്യം ചെയ്യേണ്ട. ഗാഠമൗനത്തിൽ നിന്ന് മാത്രം പൂവിടേണ്ടതാണ് സുവിശേഷത്തിൻ്റെ വാക്കെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. വഴികളിലൊക്കെ മൗനം സൂക്ഷിക്കാത്തവർ എന്ത് സുവിശേഷമാണ് ഇന്ന് പറയുവാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താണ് മൗനം? ഒരു ഉദ്ദീപനത്തിനും പ്രതികരണത്തിനും ഇടയിൽ സംഭവിക്കുന്ന ഇടവേളയാണത്. ഒരു ഉദാഹരണമായി, നമുക്ക് ചിലപ്പോഴൊക്കെ നീരസം തോന്നാം. ആ ഒരു നീരസം എന്ന തോന്നലിനും അതിൻ്റെ പ്രതികരണത്തിനും ഇടയിൽ അകലം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്കുണ്ടായ ക്ഷോഭം കരുണയായിട്ട് മാറാം. ഒരാൾക്കൂട്ടത്തെ പോലും അത്തരം ഒരു ഭാവത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഗുരുക്കന്മാർക്ക് കഴിഞ്ഞേക്കാം. നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് പാപിനിയായ സ്ത്രീയെക്കുറിച്ച്. തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. ക്ഷുഭിതരായ ആൾക്കൂട്ടത്തെ കേട്ടില്ല എന്ന മട്ടിൽ അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ആ മൗനത്തിൻ്റെ ഇടനാഴിയിലൂടെ സഞ്ചരിച്ച് ആൾക്കൂട്ടം നിർമ്മലരായിട്ട് മാറുകയാണ്. അവർ കല്ലുകളൊക്കെ നിലത്തിട്ട് നിറമിഴികളോടുകൂടെ നടന്നുപോയി. ക്ഷോഭത്തിൽ കരുണയുടെ നടവഴി ഉണ്ടാവുകയാണ്. ആത്മീയത എന്ന് പറയുന്നത് കുറച്ചുകൂടെ നിശബ്ദമാകാനുള്ള ക്ഷണമാണ്. ക്രിസ്തു അതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോയത്. മരുഭൂമി നിശബ്ദതയെ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയാണ്. നഗരങ്ങളൊക്കെ ഹൃദയമില്ലാത്ത ഒരാരവം മാത്രമാണെന്ന് ഗുരുക്കന്മാർക്കറിയാം. നിശബ്ദതയിൽ നിന്ന് രൂപപ്പെട്ട നിഗൂഢതയാണ് അവരുടെ സൗന്ദര്യവും. അഗാധമായ ഒരു നിശബ്ദതയിൽ കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും സംഭവിക്കുന്നുണ്ട്. ആദ്യത്തേത് സ്വയം കണ്ടെത്തലാണ്. കലക്ക വെള്ളത്തിൽ എങ്ങനെയാണ് മുഖം കാണാനാവുക എന്ന് മരുഭൂമിയിലെ പിതാക്കന്മാർ വ്യാകുലപ്പെടുന്നുണ്ട്. മൗനവും ഒരു കണ്ണാടിയാണ്. സ്വയം കണ്ടെത്തുവാനും തിരുത്തുവാനുമുള്ള ദർപ്പണം. എല്ലാത്തിനും ഉപരിയായിട്ട് ആ പരാശക്തിയുടെ മൃദുമന്ത്രണങ്ങൾ കേൾക്കണമെങ്കിലും നിശബ്ദനാകാതെ തരമില്ല. വിശുദ്ധ ബൈബിളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ശാന്തനായിരുന്ന് ഞാൻ ദൈവമാണ് അറിയുക എന്ന്. മേരിയാണ് മൗനത്തിൻ്റെ ആചാര്യ. അവൾ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്നാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. അതുകൊണ്ടാണ് അവളുടെ ജീവിതത്തിന് ഈ സുഗന്ധം. മൗനത്തിൽ നിന്നാണ് കരുണയുണ്ടാവുന്നത്. അവർക്ക് വീഞ്ഞില്ലെന്നും അയാൾക്ക് അമ്മയില്ലെന്നുമൊക്കെ അവൾ അറിഞ്ഞത് അങ്ങനെ ആവണം. ലോകത്തോട് നാം ഓരോരുത്തരും പുലർത്തുന്ന ഏറ്റവും വലിയ അനുഭാവമാണ് മൗനം. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് മനുഷ്യർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. പരുക്ക് പറ്റിയ മനുഷ്യരെ നിങ്ങളുടെ ഭാഷണങ്ങൾ കൊണ്ട് കൂടുതൽ ഭാരപ്പെടുത്തരുത്. പരീക്ഷയിൽ തോറ്റുപോയ മകളെ വെറുതെ നെഞ്ചോട് ചേർത്ത് വെക്കുക, ഒരു വാക്കും പറയാതെ. ഇതിൻ്റെ അർത്ഥം മിണ്ടരുത് എന്നല്ല, മിണ്ടാം. നിങ്ങളുടെ വാക്കുകൾക്ക് മൗനത്തേക്കാൾ സുഗന്ധവും പ്രകാശവും ഉണ്ടാകുമ്പോൾ. സ്നേഹമുള്ളവർ, ഈ നോമ്പ് കാലം ദൈവസന്നിധിയിൽ മൗനമായിരുന്നു കൊണ്ട് അവൻ്റെ ശബ്ദം ശ്രവിക്കുവാനായിട്ടും അവൻ സമ്മാനിക്കുന്ന തിരുത്തലുകൾ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആസ്വദിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.